കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കവേ ആലത്തൂർ എം പി രാധാകൃഷ്ണൻ തന്റെ വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം നാടായ തോന്നൂർക്കരയിലെ AUP സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന് വോട്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹം ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിട്ടും പ്രത്യേക പരിഗണനകൾ തേടാൻ തയ്യാറായില്ല. മറ്റ് വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ജനപ്രതിനിധി എന്ന നിലയിലല്ല, മറിച്ച് ഒരു സാധാരണ പൗരനായി വരി നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിനായിരുന്നു നടന്നത്. വളരെ കുറച്ച് ദിവസമാണ് കിട്ടിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രചാരവേലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങളെല്ലാം നല്ലപോലെ നടത്തുകയാണ്. അതിനെല്ലാം അതിജീവിക്കാവുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രചരണം നടത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനം ഭരിക്കും. അപ്പോൾ ആ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം ഇന്ന് വരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വികസന രംഗത്തും ക്ഷേമ പ്രവർത്തന രംഗത്തും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ 10 വർഷമാണ് കടന്നുപോയത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കുന്ന കാര്യത്തിലും വലിയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കാണിച്ചത്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ നല്ലപോലെ ചർച്ച ചെയ്യും. ഒരു കാരണവശാലും വികസനവും ക്ഷേമവും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലെന്നാണ് UDFും BJP എല്ലാം ആഗ്രഹിച്ചത്. പക്ഷേ ജനങ്ങൾ ചർച്ച ചെയ്ത് വികസനവും ക്ഷേമം തന്നെ. അങ്ങനെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം കുറിച്ചുകൊണ്ട് 3ാം തവണയും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും വരണം എന്നാഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനവും തൊട്ടറിഞ്ഞതാണ്. CCV ന്യൂസ്, ചേലക്കര. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്.